ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 44. ഭോഗൈശ്വര്യപ്രസക്താനാം തയാവഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. വിവർത്തനം. ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളാൽ പരിഭ്രാന്തരായവർക്കും ഭക്തിപൂർവം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. ഭാവാർത്ഥം. സമാധി എന്നാൽ ഉറച്ച മനസ്സ് എന്നർത്ഥം. സമ്യക് ആധീയതേ യസ്മിൻ ആത്മതത്വ യാഥാത്മ്യം. ആത്മജ്ഞാനാർജനത്തിൽ മനസ്സ് ഏകാഗ്രമാകുന്നതാണ് സമാധി എന്ന് നിരുക്തം പറയുന്നു. ഭൗതിക സുഖാനുഭൂതിയിൽ അത്യാസക്തരായവർക്കും ക്ഷണികങ്ങളായ ഇവയിൽ പരിഭ്രാന്തരായവർക്കും സമാധി സാധ്യമല്ല. ഭൗതിക ശക്തിയുടെ പ്രക്രിയ അവരെ അംഗീകരിക്കുന്നില്ല. ശ്ലോകം 45. ത്രൈഗുണ്യ വിഷയാ വേദാ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമാത്മവാൻ. വിവർത്തനം. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അർജുന, നീ അവയെ അതിക്രമിക്കണം. ദ്വന്ദ്വങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക. ഭാവാർത്ഥം. പ്രകൃതി സഹജങ്ങളായ ത്രിഗുണങ്ങളോടുകൂടിയ കർമ്മങ്ങളും അവയുടെ പ്രതികരണങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് ഭൗതിക പ്രവർത്തനങ്ങളെല്ലാം. ഫലോദിഷ്ടങ്ങളാണവ. അവയെല്ലാം ഭൗതിക ലോകത്തോടുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തും, മുറുക്കുന്നുമുണ്ട്. ഇന്ദ്രിയ സുഖങ്ങളുടെ മേഖലയിൽ നിന്ന് സാമാന്യ ജനങ്ങളെ പതുക്കെ അതീന്ദ്രിയതയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ് വേദങ്ങൾ കാമ്യകർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അർജുനനാകട്ടെ തന്റെ സുഹൃത്തും ശിഷ്യനുമെന്ന നിലയിൽ വിജ്ഞാനത്തിന്റെ വേദാന്ത തത്വശാസ്ത്രങ്ങളുടെ അതീന്ദ്രിയ മേഖലയിലേക്ക് ഉയരണമെന്നാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അതിനായുള്ള ആദ്യത്തെ കാൽവയ്പാണ് ബ്രഹ്മജിജ്ഞാസ അഥവാ സർവോന്നതമായതിനെക്കുറിച്ചറിയാനുള്ള ആഗ്രഹം. എല്ലാ ജീവജാലങ്ങളും നിലനിൽപ്പിനു വേണ്ടി ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം ഭഗവാൻ ജീവിക്കേണ്ടതെങ്ങനെയെന്നും ഭൗതികതയുടെ ഊരാക്കുടുക്ക് അഴിക്കേണ്ടത് ഏത് വിധമെന്നും ഉപദേശിക്കുന്ന വൈദിക വിജ്ഞാനം ജീവാത്മാക്കൾക്ക് നൽകുകയും ചെയ്തു. ഇന്ദ്രിയ സുഖങ്ങൾക്കായുള്ള പ്രവർത്തനം, അതായത് കർമ്മകാണ്ഡം എന്ന വിഭാഗം അവസാനിച്ചതിനു ശേഷം വേദവിഭാഗങ്ങളിൽ തന്നെ ഒന്നായ ഉപനിഷത്തുകളിലൂടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള അവസരവും നൽകപ്പെട്ടിട്ടുണ്ട്. അതീന്ദ്രിയ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നവയത്രേ ഉപനിഷത്തുകൾ. പഞ്ചമവേദമെന്ന് പറയപ്പെടുന്ന മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീതയും. ഭൗതിക ശരീരമുള്ള കാലത്തോളം ത്രിഗുണാത്മകങ്ങളായ കർമ്മങ്ങളും അവയുടെ പ്രതികരണങ്ങളും തുടർന്നു പോവും. സുഖദുഃഖങ്ങളെയും ശീതോഷ്ണങ്ങളെയും പോലുള്ള ദ്വന്ദ്വങ്ങളെ തിദിക്ഷയോടെ നേരിടാൻ പരിശീലിക്കണം. അങ്ങനെ ദ്വന്ദ്വങ്ങളെ സഹിക്കാൻ കഴിവ് നേടി ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ നിന്ന് മുക്തനാകണം. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ജീവിക്കുന്നവർക്ക്, കൃഷ്ണന്റെ കരുണയെ മാത്രം ആശ്രയിക്കുന്നവർക്ക് ഈ അതീന്ദ്രിയാവസ്ഥ ലഭ്യമാകുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.